ഒരു കാര്യം ചോദിച്ചാ കളിയാക്കോ? കളിയാക്കേണ്ടതാണേ കളിയാക്കും. എന്നാ പറയില്ല. പറയേ. കളിയാക്കില്ലേ? ഇല്ല പറ. നമുക്ക് എത്ര കുട്ടികൾ വേണം? കുട്ടികളോ? ഒരു 2 ഡസൻ ആയിക്കോട്ടെ. അയ്യോ, അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ എത്ര എണ്ണം പറ്റും? 2. ഒരെണ്ണം ചിലപ്പോ ഉടനെ തരാം. സത്യമാണോ ഇത്? ഒരു സംശയം. എന്റെ പൊന്നു മോളെ. അയ്യോ ഓടല്ലേ, എന്റെ മോള് കുലുങ്ങും. ആരാ പറഞ്ഞ മോളാണ് മോനാ? അത് നീ ആണോട് തീരുമാനിക്കുന്നത്? അയ്യോ, ഈ നായിന്റെ മോനെ കൊണ്ട് ഞാൻ തോറ്റു. മനുഷ്യനൊന്ന് പ്രേമിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ എന്തിനാടാ ഇപ്പൊ കൊണ്ട് കെട്ടിയെടുത്തത്? എന്താടാ വായ വല്ല പഴം തിരികെ വെച്ചിട്ടുണ്ടോ? എന്താടാ വല്ല പ്രശ്നമുണ്ടോ? അത് ഹൈദരാബാദിന് പോയ നമ്മുടെ ലോറി പിടിച്ചോണ്ടായി. ആര്? നാഗ്പൂരിൽ ഒരു ഗോപാലിന്റെ ആളല്ല. ഗിരിയേട്ടനവിടെ പോയി ചീട്ട് കളിച്ച് തോറ്റു. ചീട്ട് എന്താണെന്നറിയാം. അവൻ എന്തിനാ ചീട്ട് കളിക്കാൻ പോയത്? എനിക്കറിയോ, 3 ലോറി പോയി. 3 ലോറി അവർ ആൾക്കാരെ എവിടെ നോക്കി പിടിച്ചെടുത്തിട്ടുണ്ട്. എങ്ങനെ അറിഞ്ഞു? ആഫീസിൽ ഫോൺ വന്നാ. എന്താ ചെയ്യാ? ചതിയാണിത്. ഇതിലെന്തോ ചതിയുണ്ട്. ആ ഗോപാലൻ കൊണ്ടേ കുടിക്കാതാവും. അവനിവിടെ ക്ഷണിക്കാൻ വന്നപ്പോഴേ ഞാൻ തീരുമാനിച്ചു ഈ മണ്ടം പോയി ചാടുവന്നു. എന്നിട്ട് ആ തെണ്ടി എവിടെ ഉണ്ട്? അവൻ വരും. സ്നേഹമുള്ളവനാ. വണ്ടികള് പോയി പറഞ്ഞ അവൻ പോട്ടേന്ന് വെക്കും. പക്ഷെ ഞാനിവിടെ പെട്ടിടക്കാന്ന് പറഞ്ഞ അവൻ വരാണ്ടിരിക്കില്ല. ഗോപാല, നീ ഇവിടെ വന്ന് കള്ളക്കളി കളിക്കാന്ന് അവന് മനസ്സിലായ എന്നെ കൊല്ലവൻ. ഇനി അത്ര മണ്ടനാ? ഫുൾ സെറ്റപ്പായിട്ടാ ഞാൻ വന്നേക്കണേ. വിളിച്ചാ വെളിപ്പുറത്തുണ്ട് ആളുകള്. ഗോപാൽജി ചീട്ടുകൊണ്ട് കളിക്കുമ്പോ ഞാൻ തല കൊണ്ട് കളിക്കും. അതിന് തല വേണ്ട കയ്യില്. എന്റെ തല എന്റെ തന്നെ ഉണ്ടാവും. ഈ തലയില അവള് ചൂലുകൊണ്ട് അടിച്ചേ. അവൾ എന്നെ അവനെയും തമ്മിൽ തെറ്റിക്കും, അത് ഉറപ്പാ. അപ്പൊ 3.5 ലോറിയും കൊണ്ട് ഞാൻ പിരിയണം. എനിക്ക് 7 ലോറി മാത്രം പോരാ, അവളെയും കൂടി വേണം. അതെന്റെ ഒരു ആശ മാത്രമല്ല, വാശിയ. ഞങ്ങൾ എന്ത് ചെയ്യും ചന്ദ്രേട്ടാ? 4-5 ആൾക്കാർ കത്തിയും കടാരും തോക്കായിട്ട് വന്ന് അവര് പറയണ കേൾക്കാതിരിക്കാൻ പറ്റുമോ? ഗിരിയോടെ കൊല്ലടാ, എന്നെ കുത്തി കൊല്ലടാ. നിന്റെ കൈ കൊണ്ട് ചത്താ മതി എനിക്ക്. അത്രയ്ക്ക് ദ്രോഹമാണോ ഞാൻ ചെയ്തത്? നന്ദിയില്ലാതെ തെണ്ടി പട്ടിയാ ഞാൻ. എല്ലാം നശിപ്പിച്ചടാ. എന്നെ ഒന്ന് അടിക്കെങ്കിലും ചെയ്യടാ. എനിക്ക് കേക്കണ്ട. ചതിക്കാടാ നീ ചെയ്തത്. അതേടാ, ചതിയാടാ ഞാൻ ചെയ്തത്. അത്രയ്ക്ക് തന്നില്ലാത്തവനാണാ ഞാൻ. അറിഞ്ഞോണ്ട് പെടുകയായിരുന്നില്ല നീ. ഒരു സെറ്റ് ഇപ്പോഴും കൃത്യമായിട്ട് ഒപ്പിക്കാൻ അറിയാത്ത നീ ഇത്രയും വലിയ കളി നടക്കുന്നിടത്ത് ഒന്ന് കളിക്കാന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലാവണില്ലത്. എനിക്കും മനസ്സിലാവണ്ടടാ. പറ്റിപ്പോയടാ. ലോഡിറക്കി മര്യാദക്ക് കിടന്നുറങ്ങി രാവിലത്തെ ട്രിപ്പ് പോയാ മതി. ഇതിവിടെ വന്ന് എന്തെങ്കിലും തിന്നും കുടിച്ച് പോവാന്ന് കരുതി. അപ്പോഴാ ഗോപാൽജിയെ കണ്ടത് ക്ലബില്. ചീട്ടി തൊടുന്ന കാര്യം ആലോചിച്ചിട്ട് പോലും ഇല്ല. എന്നെ പറ്റി നിൽക്കല്ലാണ്ട് കളിയുടെ ജ്വരം എനിക്കില്ലല്ലോ. ഒരു തമാശക്ക് കളിച്ചാളാ ഞാൻ. വെറും നമ്പറും മോഡലും പറഞ്ഞ് വാക്കാലാൻ പറ്റ്. 24 മണിക്കൂർ കൊണ്ട് നമ്മുടെ 3 ലോറികള്. നീ ആരോടെ കളിച്ച? ഗോപാലിനോട്. അവനിപ്പോ എവിടെ ഉണ്ട്? ക്ലബിലുണ്ട്. ചതിയനാളാ, ചതിയൻ. എന്നെ കുഴിയിൽ ചാടിച്ചതാ പന്നി. ഒരു അരക്കുപ്പി റമ്മ് കിട്ടോടാ. അരക്കുപ്പിയല്ല, എത്ര രൂപ വേണം നിനക്ക്? ചീട്ടുകളി നാശത്തിന്റെ കളിയാ. പക്ഷെ അതിലൊരു സത്യമുണ്ട്. കളിയിൽ സത്യക്കേട് കാണിച്ച കളി പിന്നെ ചീട്ടുകൊണ്ടാവില്ല. ठीक है? बिल्कुल. ഇതാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ, മൾട്ടിനാഷണൽ കൊളാബറേഷൻ. ओ सरदार जी, रॉबर्ट इधर आओ ना.
കയ്യിൽ കായും ചങ്കൂറ്റും ഉള്ളവർ കളിച്ചാ മതി. 2001 മോഡൽ ടാറ്റ TN 47D 559 നാഷണൽ പെർമിറ്റ്. चंद्रगिरी लोरी ट्रांसपोर्ट TN 41J 871 टाटा नेशनल परमिट. रॉबर्ट बाजी लगाना यार. ये तो बड़ा गेम है, मैं नहीं खेल रहा. കൈ കാശിലെ എഴുന്നേറ്റ് പോടോ, നീ ചീട്ട് തുറക്കടാ. ഒരു ലോറി കൂടി വെക്കുന്നു. TN 47E 3490 അശോക് ലേലൻഡ് നാഷണൽ പെർമിറ്റ്. വയ്ക്കണ ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ വിട്ടു. എന്നാ പിടിക്കടാ പറഞ്ഞ കളിക്കാൻ വന്ന ചീട്ട് കളിക്കാൻ വന്ന ഞങ്ങളല്ല മുതലാളി. മുടിഞ്ഞു പോകും. നീയല്ല, നിന്റെ മുതലാളി എന്നെ പോലെ മുടിഞ്ഞു പോകും. നീ പോണ. हेलो चंद्रगिरी लोरी ट्रांसपोर्ट TN 1C 3210 अशोक लेलैंड. ഒരു സ്മോൾ. എന്താ ടെൻഷൻ ഉണ്ടോ? ഒരു ടെൻഷനും ഇല്ല. നിനക്കാ ടെൻഷൻ. നീ ധൈര്യമായിട്ട് കളിക്കടാ, ഞാൻ ഉണ്ടടാ പിന്നില്. ഇനി വണ്ടി വെക്കുന്നെങ്കിൽ സെയിൽ ലെറ്റർ വേണം. സെയിൽ ലെറ്റർ വേണം. റെഡിയാ. ആണാണ് നീ ഒന്ന് കൊണ്ടുപോയേ ഒരു സെയിൽ ലെറ്റർ. തൊള്ള തുറക്കാണ്ട് ചീട്ടിടാൻ പറയടാ. കള്ള നായിന്റെ മോനെ വിടുവൊന്നില്ല നിന്നെ. നീ ചീട്ടിട മോനെ. പാർട്ടി മാങ്താ എന്ത് പച്ചർന്ന കളിയാടാ കളിക്കണേ. നാണക്കേട്. വലിയ കൊമ്പത്തെ കളിക്കാൻ വന്നിരിക്കുന്നു. എന്റെ പുതിയ ലേലന്റ് പോയല്ലോ ദൈവമേ. കളിക്കറിയില്ലേ, വിട്ടിട്ട് പോടാ. ഒരു സൈഡ് ലെറ്റർ എടുക്കണം. ചീട്ടിടാ. ചന്ദ്രഗിരി ലോറി ട്രാൻസ്പോർട്ട് 7 ലോറികൾ. എന്ത് കോപ്പാണോ ഉള്ളേ? എല്ലാം പൊയ്ക്കോട്ടെ, എനിക്ക് നിന്നെ മാത്രം മതിയടാ. പട്ടി ചീട്ട് തന്നു, ചീട്ട് കൊണ്ടുപോയി. നമ്മളെ കൊണ്ടുപോട്ടാ. കൊണ്ടുപോടാ. എന്നെ വെക്ക്, നിന്നെ വെക്ക്, പ്രേമനെ വെക്ക്, എല്ലാവരും വെക്ക്, എല്ലാവരും വെക്ക്, എല്ലാവരും വെക്ക്. നിങ്ങൾ ആർക്ക് വേണം? അല്ലെങ്കിൽ തന്നെ ഇവിടെ ജോലിക്കാർ കൂടുതലാ. ആ പെണ്ണിനെ വെക്ക്, നോക്കാം. അവളെ വച്ച പകരം 7 ലോറി വയ്ക്കോ നീ? വെക്കും. വച്ചിരിക്കുന്നു. മൂത്രം ഒഴിക്കണം, മൂത്രം. ചന്ദ്രികയിലലിയുന്ന ചന്ദ്രകാന്തം നീലവാന് അറിയുന്നു ചന്ദ്രകാന്തം വയ്ക്കം കായലിലോളം തുള്ളു എന്റെ മാരനെ മാരനെ. ഞാൻ വിളിച്ചു, നീ നല്ല ഉറക്കം. എനിക്ക് ഉറങ്ങാൻ പറ്റണില്ലടാ.
അതുകൊണ്ടാണോ നീ പാട്ട് പാടി? പാട്ടോ? എന്ത് പാട്ട്? ഒരു 5000 രൂപ പോയാൽ നീ 3 ദിവസം കരയും. 7 ലോറി പോയിട്ട് നീ പാട്ട് പാടുന്നു. നിന്നെ ചതിക്കുകയായിരുന്നല്ലടാ. കൊന്നോ? നീ എന്നെ കൊന്നോ? ഞാൻ ചതിച്ചു എന്ന് പറഞ്ഞാലും പേരോ ചാവളാണ്. നിനക്കത് വേണ്ടല്ലടാ. നീ അവളുമായിട്ട് സൂചിച്ചു വാഴുമല്ലടാ. എടാ പ്രേമ, പ്രേമ, ചന്ദ്രേട്ടൻ വന്നെന്ന് തോന്നുന്നു. ചന്ദ്രേട്ടൻ എവിടെ? ചന്ദ്രേട്ടൻ എവിടെന്ന്? നീ സമാധാനമായിട്ടിരിക്കണം. അവനൊരു അപകടം പറ്റി. പഞ്ചാബികള് അവനെ കുത്തി. അവനെ കുത്തി. അയ്യോ ഇന്ദ്രജി. അയ്യോ എന്നെ ഇന്ദ്രജി കൊണ്ടുവരുന്നടാ. കൊണ്ടുവരുന്നത്. അതോടെ ചത്താ മതിയായിരുന്നു. 6 മാസം ആശുപത്രി കട്ടിൽ, മരവിച്ച മനസ്സും മുറിവേറ്റ ശരീരവും. ഇന്ദ്രജിയെ പറ്റി പിന്നെ ഒന്നും അറിഞ്ഞില്ല. എവിടെ? ചെല്ലുന്നിടത്തും പോകുന്നിടത്തും കാടും നാടും ഒക്കെ തിരയുന്നുണ്ട്. ആരോട് ചോദിക്കും? മനസ്സ് പറയുന്നു